ഭാഗവതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഉപേക്ഷിക്കേണ്ടതല്ല, സ്വീകരിക്കേണ്ടതാണ്. ഇതിപ്പോൾ എപ്പോഴാണ് വായിക്കാൻ പറ്റാത്തത്? എപ്പോഴാണ് ആലോചിച്ച് നോക്കൂ അല്ലേ. പല ആൾക്കാരും ചോദിക്കും, ഇന്ന സമയത്ത് ഭാഗവതം വായിക്കാൻ പറ്റുമോ തിരുമേനി? ഇന്ന സമയത്ത് ഭാഗവതം വായിക്കാൻ പറ്റുമോ? രാവിലെ പറ്റുമോ? വൈകുന്നേരം പറ്റുമോ? അല്ലേ. എപ്പോഴാണ് മരിക്കാത്ത സമയമുണ്ടോ? ആലോചിച്ചു, മരിക്കാത്ത സമയമുണ്ടോ? അങ്ങനെയില്ല. അപ്പോൾ എപ്പോഴും സദാസേവ്യ ശ്രീമദ് ഭാഗവതം. എല്ലാ സമയത്തും ഭാഗവതം നമുക്കിതാ പാരായണം ചെയ്യാം. രാവിലെ പാരായണം ചെയ്യാം, ഉച്ചയ്ക്ക് പാരായണം ചെയ്യാം, വൈകുന്നേരം പാരായണം ചെയ്യാം. ഇനി രാത്രി 12:30 മണിക്ക് ഉറക്കൊന്നും വരുന്നില്ല വെച്ചാൽ എന്ത് ചെയ്യുക? എടുക്കുക, ഗ്രന്ഥം തുറക്കുക, പാരായണം ചെയ്യാൻ പുറപ്പെടുക. അപ്പം ഉറങ്ങും ആൾക്കാർ. രാത്രി ഒന്നും ആവണ്ട, അപ്പം തന്നെ ഉറക്കം വരും ആൾക്കാർക്ക്. ഭാഗവതം അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ അപ്പം നമുക്കിതാ ഉറക്കം വരൂലേ. അപ്പോൾ എല്ലാ സമയത്തും ഈ ഭാഗവതം പാരായണം ചെയ്യാം. മമ കർണരസായനം, എൻ്റെ കാതന് രസായനമാവുന്ന രീതിയിൽ ആ ശ്രീമദ് ഭാഗവത കഥാസാരത്തിന്. അപ്പോൾ ഈ കഥയ്ക്കല്ല കൂടുതൽ പ്രാധാന്യം, കഥയുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന ആ തത്വത്തിനാണ് കൂടുതൽ പ്രാധാന്യം. എന്തിനാ കഥ പറയണത്? ഇതിലേക്കൊരു ശ്രദ്ധ വരാൻ വേണ്ടി എന്ന് പറയും. ഓരോ ഫലങ്ങളൊക്കെ പറയുന്നത് കേൾക്കാം. ഓരോരോ അധ്യായത്തിൻ്റെയും അവസാനത്തിൽ ഓരോ ഫലങ്ങളൊക്കെ പറയൂടെ. ഇന്ന അധ്യായം കേട്ട് കഴിഞ്ഞാൽ ഇന്ന ഗുണം, ഇന്ന കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇന്ന ഗുണം എന്നൊക്കെ കേൾക്കും. പക്ഷെ ഒരിക്കലും നമ്മൾ ഈ ഫലത്തിലേക്ക് ശ്രദ്ധിക്കാനായിട്ട് പാടില്ല പറയും. കർമ്മം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കന്നെ അല്ലേ. കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം. കർമ്മഫലം ആരാ കർമ്മഫലം തരിക? ഭഗവാനാണ് കർമ്മഫലം നമുക്ക് തരിക. ആ കർമ്മഫലം നമ്മൾ വേണ്ട രീതിയിൽ അത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഈശ്വരനെ ഉപാസിക്കുക മാത്രമേ വേണ്ടൂ, ഭാഗവതം കേൾക്കുക മാത്രമേ വേണ്ടൂ. അല്ലാതെ ഇന്നത് കിട്ടും എന്ന് വിചാരിച്ചിട്ട് ഈ അധ്യായം കേട്ട് കഴിഞ്ഞാൽ ഇന്ന കാര്യം എനിക്ക് കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ട് ഫലത്തിലേക്ക് ഇച്ഛ വെച്ചുകൊണ്ട് ഒരിക്കലും പാരായണം ചെയ്യാനായിട്ട് പാടില്ല. എന്താ കാരണം അല്ലേ? സാധാരണയ്ക്ക് നമ്മൾ പറയാമല്ലോ, ഒരു ചെടിയൊക്കെ നട്ട് വളർത്തുന്നതായിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഏതുവരെയാണ് സന്തോഷമുള്ളത്? എപ്പോഴാണ് അവർക്ക് പരിപൂർണമായിരിക്കുന്ന സന്തോഷം ഉണ്ടാവുക? എപ്പോഴാണ്? പൂവ് കാണുന്ന സമയത്ത് അല്ലേ. പൂവ് കാണുന്ന സമയത്താണ് സന്തോഷം. ആ പൂവ് അങ്ങോട്ട് വീണു പോയാലോ? ആ പൂവ് അങ്ങോട്ട് വീണ് പോയി ഈ പൂവ് വീണ് പോവുമല്ലോ. അതുകൊണ്ടാണ് പൂവിന് ഒരു